കുറെ നേരമായിട്ട് രണ്ടെണ്ണം ഫോണിനകത്ത് പെറ്റി കിടക്കും. നിനക്കൊന്നും ബോറടിക്കുന്നില്ലൂടെ? അളിയാ നമുക്ക് ക്രിക്കറ്റ് വല്ലതും കളിച്ചാലോ? കുടുങ്ങിയ വെയില എനിക്കൊന്നും കറുത്തുകൂടാ അവന്മാരെ കൊണ്ടൊന്നും. നീങ്ങുന്നില്ലേ വരുന്നത്? അളിയാ ഞാൻ ഇപ്പൊ വരാവേ, എനിക്ക് ചെറിയൊരു പണിയുണ്ടേ. നീ എവിടെ പോവാ? ഇപ്പൊ വരാ പോരാ. നോക്കാൻ പോവായിരിക്കും നീ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കട വാന്നെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കണ്ട. അതെന്തോടാ അങ്ങനെ ഒരു ടോക്ക്? അളിയാ കടത്തിനൊന്നുമല്ല. നീ അറിഞ്ഞോ പള്ളിമുക്കിനെ ഒരു കിടിലൻ ഷവർമ കട വന്നിട്ടുണ്ടോ? നിനക്കെന്തൊരു ഉഷാറില്ലാത്ത? എടാ നീ അവിടുത്തെ ഷവർമ കഴിച്ചിട്ടുണ്ടോ? റുമാലി റൊട്ടിയൊക്കെ അങ്ങോട്ട് വെച്ച് മയോണൈസ് അങ്ങോട്ട് മുഴുവനും തൂത്ത് ചിക്കനൊക്കെ ഇങ്ങനെ കൊത്തി 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 അരച്ച് ലെഫ്റ്റേഴ്സൊക്കെ ഇട്ട് മടക്കി വെച്ച് പിന്നെ അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു കടി എന്റെ പൊന്നളിയാ. അത് നീ കഴിച്ചിട്ടുണ്ടോ? അല്ല കഴിച്ചിട്ടില്ല. എല്ലാ ഷവർമ കടയിലും അങ്ങനെ ആയിരിക്കുമല്ലോ അളിയാ. കൂടുതൽ ഇളക്കാതെ കാര്യം പറ. അതല്ല അളിയാ, നമുക്കേ ഇന്ന് പോയി ഷവർമ കഴിച്ചാലോ? എന്റെ പൈസ വന്നില്ല, ആ 200 രൂപയേ ഉള്ളു കയ്യില്. അത് മതി അളിയാ. അവന്മാരെ അവിടെ ഇരിക്കും, അവന്മാരെ കൂട്ടാതെ എങ്ങനെ പോന്നേ? അളിയാ അത് കുഴപ്പമില്ല. നാളെ എന്റെ കുറച്ച് ക്യാഷ് കിട്ടും, അപ്പൊ നമുക്ക് അവന്മാരെ കൊണ്ടുപോകാം. ഇന്ന് നീ എന്നെ കൊണ്ടുപോടാ, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിട്ടില്ലടാ. പ്ലീസ്റാ. ശരിയെന്നാ വാ, അവന്മാരറിഞ്ഞാ നീ ഏറ്റോണം കേട്ടോ. അടി എന്തിനാ പേടിക്കുന്നത്? നാളെ എന്റെ കാശ് എടുത്തില്ലേ, ഞാൻ മേടിച്ചു കൊടുക്കത്തില്ലയോ? ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കും. ഞാൻ പോവാ വീട്ടിൽ പോകും. എടാ 5 മിനിറ്റ് കഴിഞ്ഞു പോടാ. ഞാൻ തുടിക്കണോ? എല്ലാരും പോകണേ, പിന്നെ ഞാൻ ഒറ്റ ഇരിക്കുന്നു. ഞാൻ പോവാ. ഷവർമ ഉണ്ടാക്കുന്നതിന് 2 തെണ്ടികൾ വന്ന് കേറിയല്ലോ. എത്ര 130. എടാ അപ്പുറത്തെ ഷവർമ എങ്ങനെയുണ്ടാ? സൂപ്പർ ഷവർമയാടിയ പൊളി ഷവർമ. പൊളിയാണോ? പൊളി ഷവർമ കഴിച്ചോ? പോയി കഴിച്ചോ. ശരിയപ്പോ കൈ പൈസ ഇല്ല. ഗൂഗിൾ പേ ഒന്ന് ആക്ടിവേഷൻ ചെയ്തായിരുന്നു കയറി കഴിക്കായിരുന്നു. പക്ഷെ എങ്ങനെ ഇപ്പം? എക്സ്ക്യൂസ് മീ സർ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? മോനെ നീ ഇന്നലെ വന്നില്ലായിരുന്നോ? ഇന്നലെ കഴിയ മെക്സിക്കൻ ഷവർമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. പൊളി കൊള്ളാം. കണ്ടോ, വെളിയിലോട്ട് ഇറങ്ങ്, തരാൻ കേട്ടോ. എന്താണ് വേണ്ടത് സർ? എന്താണ് വേണ്ടത്? ഓർഡർ തരൂ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ അവല് പുഴുങ്ങിയതുണ്ട്. ഷവർമ കട കേട്ട് എന്തോ ഉണ്ടെന്ന്. സാർ ഇവിടെ ഷവർമ ഉണ്ട് സാർ, ഷവർമ. അത് പിന്നെ ഷവർമ കട ഷവർമ അല്ലാതെ ബാങ്കിലോട്ട് വല്ലതും കിട്ടുമോ? രാവിലെ കയറി വന്നിട്ട് ചൊറിച്ചിട്ടുണ്ടല്ലോ. വിചാരിച്ചു ഞങ്ങൾക്ക് ചെണ്ടകളാണോ? സാർ ഓർഡർ തരൂ സാർ. ടർക്കി ഷവർമ 90, മെക്സിക്കൻ ഷവർമ 110. കേരള ആലപ്പുഴ ഷവർമ എല്ലാം 50 രൂപയ്ക്ക് കിട്ടുവാടേ. അല്ലടി ക്രിസ്പി ഷവർമ. ഈ ക്രിസ്പി എന്ന് പറഞ്ഞാൽ വല്ല രാജ്യമല്ലോ ആണോ? അതിലൂടെ അരമുണ്ടാക്കാതെ ഞാൻ ഓർഡർ ചെയ്തോളാം. ഞാൻ മിണ്ടുന്നില്ല. ചേട്ടാ 2 ക്രിസ്പി ഷവർമ. ഓ ഭാഗ്യം. ഓക്കെ മോനെ, ഇപ്പൊ കൊണ്ടുവരാം. കുടിക്കാൻ വല്ലതും വേണോ? കുടിക്കാനും 2 കൊക്കക്കോള. ഓക്കെ. എടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടേ. ക്രിസ്പി എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യമാണെന്ന് എനിക്കറിയാടാ പട്ടി. ചേട്ടാ 2 ക്രിസ്പി ഷവർമ 2 കൊക്കക്കോളെ. പിന്നെ ക്രിസ്പി ഷവർമയ്ക്ക് ഉണ്ടല്ലോ വലിയ ക്രിസ്പിനെസ് വേണ്ട കേട്ടോ, അല്ലെ നാളെ വന്ന് ചൊറിയാൻ പുല്ല് അവന്മാരും ഇല്ലല്ലോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇനി പോസ്റ്റ് ആവണം. ഷില്ലന്മാരോടോ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. രാവിലെ ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആ ഷവർമ കടയുടെ ഫ്രണ്ട് ഇന്ന് കറങ്ങുന്നു. അങ്ങൊരു ഷവർമ തിന്നാൻ വേണ്ടി അതാ ഇങ്ങനെ നടന്ന് പരിങ്ങുന്നത്. കൊള്ളപ്പന്നി എന്നെ വിളിക്കാൻ ഒറ്റയ്ക്ക് ഷവർമ കഴിഞ്ഞു. ഇന്ന് അവൻ്റെ കള്ളത്തിനെ പൊളിക്കണം. കിളി പോയ പോലെ നിൽക്കുന്നുണ്ട്. നിന്നെ ഒറ്റയ്ക്ക് തീറ്റിക്കാടാ കിളി രാഹുലേ മോനെ. എടാ കിളി രാഹുലേ, ഇത് മേടിക്കാൻ വന്നാണ് ഷവർമ കടയില് ഇത് മേടിക്കാൻ വന്ന. ഇവിടെ ഇല്ലയോ? എടാ നിന്നെ എനിക്ക് അറിഞ്ഞൂടാ, വർഷങ്ങളോട് കാണുകയില്ലോ. നീ ഇവിടെ ഇന്ന് പരിങ്ങിയപ്പോഴേ എനിക്കറിയാം ഷവർമ കയറ്റാൻ വന്ന് നിൽക്കുവാന്ന്. അവിടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഗൂഗിൾ പേ വല്ല സെറ്റ് ചെയ്ത് തരാമെങ്കിൽ മേടിച്ചേ. ഓ നീ ഇങ്ങനെ ദാരിദ്ര്യം പറയല്ലേ. ഓ കഷ്ടം. നിനക്ക് ഞാൻ ഗൂഗിൾ പേ ഒക്കെ സെറ്റ് ചെയ്ത. ബാങ്ക് അക്കൗണ്ട് ഇല്ലയോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ATM കാർഡോ? അതുകൊണ്ട് പിന്നെ എന്തോ സെറ്റ് ചെയ്തരാ. കേറാൻ കൂട്ട്. അവന്മാരെയും കൂടെ വിളിക്കണ്ടായോ? അവന്മാരെ ഒന്നും വിളിക്കണ്ട. അവന്മാരോട് വിളിച്ചും വള്ളിയാവും. നമുക്ക് പോയി കഴിച്ചിട്ട് വരാടാ. എടാ അവന്മാർ എന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ. ഇയാളെ ഒന്നും കുറ്റം പറയത്തില്ല. ഞാൻ ആ കുറ്റം കേട്ടോളൂ. ഇയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. വാ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇരിക്കേട്ടോ. കൊറേ നേരമായി ക്രിസ്പി പെപ്സി ഒക്കെ. എന്താടാ ചേട്ടാ 2 ക്രിസ്പി. എന്നാ നമുക്ക് 2 ക്രിസ്പി പറ. എന്താടാ നോക്ക്. അതെ ആണ് അവന്മാരെ പോലെ അവന്മാരാ. ഒളിഞ്ഞു
കിളിരാഹുലുണ്ടല്ലോ അവനായോണ്ടാ നമ്മളെ വിളിക്കാന്. പക്ഷെ ഷിയാസ് അനന്ത് നമ്മളെ വിളിച്ചാന് ഉറപ്പാ. അനന്തുമായിരുന്നെങ്കിൽ നമ്മളെ വിളിച്ചേനെ. ഇത് അഖിൽപ്രസാദ് വിളിച്ചോണ്ട് വന്നേ. അതാ നമ്മളെ വിളിക്കാതെ അവന്മാരെ ഒറ്റയ്ക്ക് വന്നത്. അവന്മാര് നമ്മളെ വിളിക്കാതെ തന്നെയോ. അതുകൊണ്ട് അവന്മാരുടെ മുന്നിൽ നമുക്ക് ഇതെല്ലാം കഴിച്ചു കാണിയാം. നീ ഫുള്ളും ഓർഡർ ചെയ്യണം. അണ്ണാ വന്നേ. അണ്ണാ ഇതെല്ലാം ഓരോന്ന് വെച്ചു. എല്ലാം അവനൊന്ന് വിളിച്ചേ. ഞങ്ങൾക്ക് വേണം അതേപോലത്തെ സാധനം. അല്ലല്ല അവരുടെ ടേബിളിൽ ഇരിക്കുന്ന കറുത്ത സാധനം. ആ ഇത് തന്നെ. ഇവന് കൊണ്ടുവരണം. അല്ലെ പെടുത്തുണ്ടോ? പെട്ടെന്നോ ഞങ്ങൾക്ക് വേണം. ഞാനിവിടെ കാണാൻ വന്നിരിക്കുവാണ്. സാർ ഓർഡർ പ്ലീസ്. അവന്മാരിവിടെ എന്തൊക്കെ പറഞ്ഞു? മൊത്തം പറഞ്ഞു സാർ, എല്ലാം വേണം പറഞ്ഞു. അതാ ഞങ്ങൾക്ക് മൊത്തം ഓ പൊളിച്ച് ഇപ്പൊ കൊണ്ടുവരാം. അല്ലേ നിന്റെ 200 രൂപയാണെന്ന് പറഞ്ഞു. നമ്മള് കൊറേ ഓർഡർ ചെയ്തു. അതൊന്നും പേടിക്കണ്ട, എന്റെ പൈസ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. എടാ ഇത് നമ്മൾ കൊറേ ഓർഡർ ചെയ്തില്ല. നിന്റെ കൊടുക്കുന്ന പൈസ കൊണ്ടോടെ അക്കൗണ്ട് നിറച്ച് കാശല്ലോടാ കിടക്കുന്നത്. എന്നാ കുഴപ്പമില്ല. സാർ ഷവർമ ബൈറ്റ് സ്പെഷ്യൽ. സാർ ഇവരാണ് ആദ്യം ഓർഡർ ചെയ്തത്. ഇപ്പം കൊണ്ടുവരാം, ഒരു 5 മിനിറ്റ്. അണ്ണാൻ കുറച്ച് എനിക്ക് വെക്കോടെ. ഫുഡ് രക്ഷയില്ലായിരുന്നു, പൊളിയായിരുന്നു. ഇതോടെ വെച്ചേക്കുന്നത് ഇതോടെ കേട്ടില്ല. സാർ 2600. കൈ പിടിച്ചോ. 2 പേഴ്സ് നിന്റെ കയ്യിലുണ്ടോ? നിന്റെ പൈസ എങ്ങാണ് എന്റെ ഇരിക്കുന്നത്. ഇല്ല അളിയാ, കാണുന്നില്ല. അളിയാ അവന്മാരവിടെ നിൽക്കുന്ന നാണം കെടും കാശില്ലെങ്കിൽ. ഇല്ല അളിയാ നിനക്ക് അറിയാവുന്ന കടവല്ല അപ്പുറത്തെ ഇപ്പുറത്തെ വല്ലതും ഉണ്ടോടാ? എനിക്കൊരു കട അറിയത്തില്ലടാ. പൈസ കൊടുക്കാതെ ഇറങ്ങി കഴിഞ്ഞാൽ നാണം കെടും. അവന്മാര് നമ്മളെ വെച്ചേക്കുന്നില്ല. ചേട്ടാ ഗൂഗിൾ പേ ഇല്ലയോ? ഉണ്ട്. നീ ഉണ്ടോ ഗൂഗിൾ പേ സെറ്റ് ചെയ്തേ? പെട്ടെന്ന് ഒന്ന് ഇട്. ഇതിലേതാന്ന് വെച്ചോളൂ. ഇതെന്തോട് കാർഡ് കച്ചോടോ? എടാ നിന്റെ നമ്പർ ഇല്ലേ ബാങ്കിൽ കൊടുത്തത്? ഇത് കണക്ട് ആവുന്നില്ലല്ലോ. ഏത് നമ്പർ? എടാ പൊട്ട, നീ നമ്പർ ബാങ്കിൽ കൊടുത്തിട്ടില്ലയോ? ഞാൻ എന്തിനാ എന്റെ നമ്പർ ബാങ്കിൽ കൊടുക്കുന്നത്? ഞാൻ ബാങ്കിൽ ചെന്നപ്പോ ഒരു പെണ്ണുമ്പിള ഉണ്ടോ, എന്റെ നമ്പർ ചോദിച്ചായിരുന്നു. എന്തോന്നാ എന്റെ നമ്പർ പെണ്ണുമ്പിളക്കൊക്കെ കൊടുക്കുന്നത്? വല്ല പെണ്ണുങ്ങളാണ് കൊടുത്തേ. ഓ ഈ പൊട്ടക്കാലിനെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് നിന്നിപ്പോ ATM പൈസ എടുത്തു കൊടുക്കാം. ഇത് എക്സ്പയർ ആയ കാർഡോ? ഇത് എക്സ്പയർ ആയത്? എടാ ഇത് എന്നെ എക്സ്പയർ ആയ കാർഡാണല്ലോ പൊട്ട. പൂത്തൊന്നുമല്ല, പൊട്ടിക്കാത്ത കാർഡാ നിനക്ക് കാണുന്നത്. നോക്ക്. ഓ ഈ പൊട്ടനെ കൊണ്ടാണല്ലോ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് അവന്മാരോട്ടിരിക്കുന്നത്. നമ്മൾ നാളെ പൈസ. ഒരു കാര്യം ചെയ്യാം, ആ ചേട്ടനോട് പോയി ഉള്ള കാര്യം പറയും. വാ എഴുന്നേക്കാം. സാർ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നോ? ആ വരുവാ സാർ, 1 മിനിറ്റ്. സോറി സാർ, ഇച്ചിരി പരിധി ഉണ്ടാകത്ത്. സാർ പൈസ നിങ്ങളുടെ കയ്യില് ചേട്ടാ പൈസ ചേട്ടാ എന്നാ ശരി എന്നാ. ഇനി മറണം കേട്ടോ, മറക്കല്ലേ ഞാനിപ്പോ അവിടെ നിന്ന് മോഷ്ടിച്ചു. നീ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. സാർ. സോറി ഞാനില്ലേ പറയണ്ടേ, പാഴ്സൽ ഇറങ്ങാൻ മറന്നു. ഇന്ന പിടിച്ചോ പാഴ്സല്, ബാക്കി 10 രൂപയുണ്ട്. പറഞ്ഞ ഇനി കേട്ടോ, മറക്കരുത്. ഒരു എന്റെ അക്കൗണ്ടിൽ ഒരു 3000 രൂപ എളുപ്പമുണ്ട്. പക്ഷെ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചോദിക്കണം. അത് എടുക്കടാ. അമ്മയുടെ ചിട്ടിപ്പൈസ എന്റെ വീട്ടിൽ കയറ്റി. എടാ ഇവിടുന്ന് ഇറങ്ങി പോകണ്ട, എടുക്കടാ അത്. ഓ ഇത് 3000ന്റെ കേസ് വീഡിയോ ചെയ്തു. ഇനി ഇപ്പൊ എന്താ ഇവിടുന്ന് ഇറങ്ങാൻ വേണം, പൈസയും പോകരുത്. ഒരു ഐഡിയ ഉണ്ട്, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അല്ല വേണ്ട, നിന്റെ അടുത്ത് പറയാ, നീ അഭിനയിച്ച് കൊളവാക്കി. ഞാൻ ഒറ്റയ്ക്ക് കൂടെ നിന്നാ മാത്രം. ഒരു സഹായം ചെയ്യണം, അവസാനം വരെ ബാ തുറക്കരുത്, മിണ്ടാതിരുന്ന് സഹായിക്കണം. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ട്. ആ നമ്പർ എന്ന് പറയോ? 95 44 3 ******.
എടാ കിളി, ഈ നമ്പർ നീ സേവ് ചെയ്തിട്ട് വേണം. ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ഹായിന്ന് പോയിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണം കേട്ടോ. രാത്രിയിലൊന്നും അയച്ച് വള്ളി ഉണ്ടാക്കില്ല. എടാ കിളി, ഇത് ഇവിടെ വെച്ചിട്ട് വാ, നീ ഇതും കൊണ്ട് പോവാ. അതോ ഇനി അതിൻ്റെ കൂടെ പൈസ കൊടുക്കാൻ ഇല്ല. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഫുഡായിരുന്നു ചേട്ടാ, നൈസ് ഫുഡായിരുന്നു. ആ QR കോഡ് ഒന്ന് തരുമോ? അല്ല നമ്പർ തന്നായിരുന്നല്ലോ. അത് എന്തോ കയ്യറ വർക്ക് ആവുന്നില്ല. താണ്ടിരിക്കുന്നു QR കോഡ് സെൻഡ് ചെയ്തായിട്ട് അങ്ങോട്ട്. ചേട്ടാ അയച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് വന്നു കേട്ടോ. ശരി 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 പോട്ടെ. നല്ല പിള്ളേര്. എടാ പൊട്ടെ, നീ ഏത് നമ്പറിലാണ് മെസ്സേജ്? നിന്റെ നമ്പറിലാണ് അയച്ചത്. പണിയില്ലടാ. ചിന്തൂരും മഞ്ജുനും അയക്കുന്ന നമ്പറില്ലേ അതിനാ. ഓക്കെ, ഭാഗ്യം രക്ഷപ്പെട്ട്. എടാ നീ ഏത് അക്കൗണ്ടിലോട്ടാ കാശ് വെച്ചേ? എടാ പൊട്ട, അതിന്റെ സെൽഫ് അക്കൗണ്ട്. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ആ QR കോഡ് ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് അങ്ങ് അയച്ചു കൊടുത്തു. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ തന്നെ പൈസ വീഡിയോ ചെയ്ത് മണ്ടന്മാര്. ഭഗവാൻ, ഇതുപോലത്തെ ഒരു 10 കസ്റ്റമർ ആണെന്നുണ്ടല്ലോ എന്റെ കുടുംബം രക്ഷപ്പെടും. താമസിക്കാതെ 10 കട തുടങ്ങേണ്ടി വരുമോ? എനിക്കറിയത്തില്ല.